ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു അവോക്കാഡോ ഷേക്ക് കുടിക്കണം എന്നുള്ളത്. ഭയങ്കര എനിക്കൊരാഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും വീഡിയോസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര ആഗ്രഹം മൂത്ത് ഞാൻ 2 അവോക്കാഡോ പോയി വാങ്ങിച്ചായിരുന്നു ഷേക്ക് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വാങ്ങിച്ച 2 അവോക്കാഡോ ആയിട്ട് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അവക്കാഡോ ഈ ഒരു ഷേപ്പിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ കുരുവിന് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ കുരു നമുക്ക് ഈ പിക്ക് സൈഡിൽ ഞാൻ കാണിക്കാം അതേ രീതിയിൽ നമുക്കത് മുളപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതങ്ങനെ വെച്ചിട്ട് കുരു വെച്ചിട്ട് മുളപ്പിച്ചെടുത്തേക്കണതാട്ടോ ഇത്. അപ്പോൾ നമുക്കതങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ തൊലീൻ്റെ ഉള്ളിൽ നിന്ന് ഇത് സെപ്പറേറ്റ് ചെയ്ത് എല്ലാതും ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പാക്കറ്റ് കട്ടപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക്. പിന്നെ മധുരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് തേനാണ് കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തേനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കുപ്പി തേൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു പാക്കറ്റ് ബൂസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബൂസ്റ്റും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ബൂസ്റ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ അടച്ച് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല പേസ്റ്റ് പോലത്തെ നല്ല തിക്കായിട്ടുള്ളൊരു ഷേക്ക് നമുക്ക് കിട്ടും. അത് അപ്പം തന്നെ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇത് എത്രത്തോളം തിക്കാണെന്ന്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഷേക്ക് ഉണ്ടാക്കി കുടിച്ച് നോക്കാനായിട്ട്. അല്ലാണ്ട് ഭയങ്കര ലൂസാക്കി ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ള ഷേക്ക് ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കുടിക്കണം. അതാണ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ബൂസ്റ്റ് ഞാൻ അതിൻ്റെ പുറത്തുനിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടി കുറച്ച് നട്ട്സ് അതിൻ്റെ പുറത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷേക്ക് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കണേ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ അവക്കാഡോ ഷേക്ക്. കുടിച്ച് നോക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നാലും നമ്മുടെ കുഞ്ഞു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.